താങ്കൾ സഞ്ചരിച്ച വഴികൾ അത്ര എളുപ്പമല്ലെന്ന് താങ്കൾ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട്, അതായത് സിനിമാ മേഖലയെക്കുറിച്ച് പണ്ടും മലയാള സിനിമാ മേഖലയെക്കുറിച്ച് പണ്ടും ആൾക്കാർ പലതരം ഗോസിപ്പുകൾ പറയുന്നു. ഒരിക്കലും അതൊരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഇടമല്ല. അതൊരു വേറൊരു തലത്തിലുള്ള ആൾക്കാരാണ് അതിൽ എപ്പോഴും എത്തിച്ചേരുക. പിന്നെ അതിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. പലതരം അഡ്ജസ്റ്റ്മെന്റുകൾക്കും പലതരം വിട്ടുവീഴ്ചകൾക്കും പിന്നെ ഈ പറയുന്ന പോലെ ഒരു മാഫിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ട് മുതലേ ഒരു ടോക്കുണ്ട്. അതായത് സാധാരണ ഞങ്ങൾക്ക് അപ്രാപ്യമായ ഒരു ഫീൽഡ്, ആ ഫീൽഡിലാണ് താങ്കളെ പോലൊരു ലേഡി, ഒരു ട്രാൻസ് ലേഡി നിന്ന് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളുകളറകൾ ഒരുപാട് താങ്കൾക്ക് അറിയാമായിരുന്നിരിക്കും. അതൊക്കെ കണ്ടും കണ്ണടച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതികരിച്ചും ഒക്കെ ആയിരിക്കും ഈ ഫീൽഡിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ആ പ്രതികരണങ്ങൾ വളരെ വേഴ്സ്റ്റായിട്ട് സമൂഹങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. താങ്കളുടെ ഇപ്പം ചൂഷണങ്ങളുടെ ഒരു എണ്ണം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവനിപ്പോൾ അതിപ്പോൾ ഒരു സിനിമാ മേഖല എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള ലോകമാണ്. അപ്പം അതിനെ കുറച്ചും കൂടി പുഷപ്പ് ചെയ്യാനും അത് കുറച്ചും കൂടി സെൻസേഷണൽ ആക്കാനും സൊസൈറ്റിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈമിൽ നമ്മുടെ സൊസൈറ്റിക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് ഇതല്ല, ഇതിനപ്പുറത്ത് നടക്കുന്നുണ്ട്. ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്നത് കണ്ടില്ലേ? ഒരു ഓഫീസിലെ ഒരു 2 ബോയ്സ് അവിടുത്തെ ഒരു സ്റ്റാഫിനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത്. ഒരാളടുത്ത് അവർ ഇൻട്രസ്റ്റോട് കൂടി പെരുമാറുന്നു, ഒരാളടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ കൂടി പെരുമാറുന്നു. ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ആണ്. സോ മേ ബി അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ കോളേജിലേക്ക് ഒരുങ്ങിക്കെട്ടി പോകുന്ന എത്ര പെൺകുട്ടികൾ കോളേജിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. കോളേജിൽ ലഞ്ച് ബ്രേക്കിൽ ചാടുന്ന കുട്ടികൾ പുറത്ത് എവിടെയൊക്കെ പോകുന്നത് കണ്ടുപിടിക്കാറില്ല. ഇവനിപ്പോൾ സിനിമാ മേഖലയാകുമ്പോൾ അവരാരുടെ കൂടെ ഇവരാരുടെ കൂടെ എന്നൊക്കെ കുറേ കേൾക്കാറുണ്ട്. ഇവനിപ്പോൾ എനിക്കും കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഒരു കോഫി കുടിക്കുന്ന സമയത്ത് അവിടെ ഒരു നടനെ കണ്ടു കഴിഞ്ഞ് ഞാൻ ആ നടൻ്റെ കൂടെ ആയിരുന്നു അന്ന് ആ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് സത്യം നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. അതെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ മലയാള സിനിമയുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാവുന്ന ഏതാണ്ട് 5 വർഷത്തോളം നമ്മുടെ സർക്കാർ അതിനെ പൂഴ്ത്തി വെക്കുകയും ഏതാണ്ട് 2017 അതിക്രമണം, ഒരു പ്രശസ്തയായ നടിക്ക്, താങ്കളുടെ സുഹൃത്ത് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു നടിക്കെതിരെ, പേര് ഞാൻ പരാമർശിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടിയും അവർക്കെതിരെ അതിക്രൂരമായ ആക്രമണം നടന്നപ്പോൾ താങ്കൾ അവർക്കൊപ്പം നിന്നു. അവരുടെ അന്ന് രാത്രിയിൽ, ആ സംഭവം നടക്കുന്ന രാത്രിയിൽ താങ്കൾ വളരെ വേദനയോടെ പറയുകയുണ്ടായി അവരുമായിട്ട് മീറ്റപ്പ് ഫിക്സ് ചെയ്തിരുന്ന രാത്രി കൂടായിരുന്നത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ നടിക്ക് അങ്ങനെ സംഭവിക്കില്ലായിരുന്നേക്കാൻ, ചിലപ്പോൾ ഒന്ന് വിളിക്കാമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂലൂടെ. മേ ബി നിമിത്തമായിരിക്കാം, അതെല്ലാം സംഭവിച്ച നിമിത്തമായിരിക്കാം. കാരണം ഞാൻ ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നിന്ന് ഞാനിങ്ങനെ തഴയപ്പെടുകയും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. സോ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ബിക്കോസ് ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെ മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഹേമ കമ്മീഷൻ കുറച്ച് നാളാകുമ്പോൾ ക്ഷേമ കമ്മീഷൻ ആവും. അതാണ് യാഥാർത്ഥ്യം. നീതി കിട്ടില്ലെന്നാണോ? അതാണ് യാഥാർത്ഥ്യം. അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇവനിപ്പോ പണ്ട് കാലം മുതലുള്ള നിയമവ്യവസ്ഥകൾ നമുക്കെടുത്ത് അരിച്ചു പറക്കി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നീതി ലഭിച്ചിട്ടുള്ളത്? ഇതില് ഈ ഹേമ കമ്മിറ്റിയിൽ നമ്മുടെ ഈ സിനിമ വ്യവസ്ഥ നീതി ലഭിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. നീതി ലഭിക്കുമ്പോൾ നിർഭയ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 പേരെയും വധിക്കുകയാണ് ഉണ്ടായത്. നിർഭയ കേസ് അതൊരു നീതിയാണ്. ഉണ്ട്. അത് പണ്ടാരണ്ട് പറഞ്ഞതുപോലെ അത് കുറേ ഇങ്ങനെ ഓടും, എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ആരെങ്കിലും കുത്തിപ്പൊക്കുമ്പോൾ വീണ്ടും അതിൻ്റെ പുറകെ കുറേ ഓടും. അതാണ് യാഥാർത്ഥ്യം, നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. ബട്ട് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ആ കമ്മീഷനിലൂടെ പല കാര്യങ്ങളും പുറത്ത് വന്നതും അതിലും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പല പ്രമുഖരുടെയും പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നില്ല എന്നതൊരു വാസ്തവ വിരുദ്ധതയാണ്. ഐ തിങ്ക് ഞാൻ വായിച്ച ചാപ്റ്ററുകളിൽ അത് കുറേ പേരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. അത് മീഡിയക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, എനിക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഞാനും കുറച്ചേ വായിച്ചിട്ടുള്ളൂ, കംപ്ലീറ്റ് ഞാനും വായിച്ചിട്ടില്ല. ഓക്കെ. പക്ഷെ അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ഇനി വരുന്ന അപ്കമിങ് ആർട്ടിസ്റ്റിന് അതൊരു അങ്ങനെയുള്ള കഴുകന്മാർ അവിടെയും നിലനിന്ന് ഇനിയും പോകാൻ അവർക്കതൊരു കൗച്ചിങ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ കൊടുക്കുന്ന രീതിയല്ലേ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ഇപ്പം നമുക്ക് പ്രതികരണശേഷി എവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുന്നത്? ആ പ്രതികരണശേഷി നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ ഈ ഹേമ കമ്മീഷനൊക്കെ രൂപീകരിക്കേണ്ടതായിട്ട് വരുന്നത്. 1, 2, 3, 4 നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിനിമാ മേഖല മാത്രമാണോ ഉള്ളത് ജീവിക്കാനായിട്ട്?
അത് ഈസി ടു മേക്കിംഗ് മണിയായിട്ട് അത് കാണാതെ ദെൻ നമ്മുടെ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി നമുക്ക് അതിലൂടെ സ്ട്രഗിൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അനാവശ്യമായിട്ടൊരു നോട്ടം നോക്കുന്നവരെ പോലും നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ലോകമാണ്, ഒരു കാലഘട്ടമാണിത്. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം അല്ല എന്ന് തെളിയിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ. ഐ ഡോണ്ട് നോ ദ റൈറ്റ് റീസൺ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പൈസയുടെയും പ്രശസ്തിയുടെയും പുറകെ പോകാതെ. പക്ഷെ പൈസയുടെയും പ്രശസ്തിയുടെയും പുറകെ അവരുടെ ആ ഒരു പാഷൻ അതിലേക്ക് കയറാൻ അല്ല, പാഷൻ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ പല പല എന്താ അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ വില്ലിങ് അല്ല എന്ന് നമ്മൾ തുറന്നു പറയാൻ ബാധ്യസ്ഥരായിരിക്കണമല്ലോ. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പല ഇന്റർവ്യൂവിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ പക്ഷേ ഏത് മേഖലയിലാണ്? സിനിമാ മേഖലയോടൊപ്പം ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്ന വേറെ ഏത് മേഖലയാണ്? ഒരുപാട് മേഖലകളുണ്ട്. ഒരാൾക്ക് ഡോക്ടർ ആവാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് എഞ്ചിനീയർ ആവാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു PWD എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു PSC ഉദ്യോഗസ്ഥയാവാൻ എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ്? അവിടെ എല്ലാം മാർക്കിന്റെ അടിസ്ഥാനം താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതില്ലാന്ന് ബട്ട് അവിടെ മാർക്ക് ഇറ്റ്സ് ഓക്കെ ഫൈൻ, ബട്ട് അതല്ലാതെ ശാരീരികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താണ് അവിടെ ചെയ്യുന്നത്? സീറ്റ് കിട്ടാതെ ശാരീരികമായിട്ട് നടക്കുന്നുണ്ട്. സിനിമയിൽ കൂടുതലും ചൂഷണങ്ങൾ, ശാരീരികമായിട്ടുള്ള ചൂഷണങ്ങളാണല്ലോ. ഹേമ കമ്മിറ്റിയിൽ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? പക്ഷെ ഹേമ കമ്മിറ്റിയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നെങ്കിൽ പോലും പണ്ട് പുരാതന കാലം മുതൽ നമ്മുടെ എന്താ ശ്രീലത ചേച്ചിയൊക്കെ കുറെ ഇന്റർവ്യൂവിൽ പറയാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അത് ഈ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. ഇപ്പൊ കീഴ്വഴക്കമല്ല, കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ WCC വേണ്ടി വന്നു ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിക്കാനും ഇങ്ങനൊരു ആക്ഷൻ കൊണ്ടുവരാനും WCC വേണ്ടി വന്നു എന്നുള്ളതാണ് ജെനുവിനിറ്റി കൂടെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം WCCയുടെ തലപ്പത്തിരുന്ന പലരും ഇപ്പൊ കൈയൊഴിഞ്ഞു പോയ അവസ്ഥയാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പറയുന്നത്. അതെനിക്കറിയത്തില്ല. അതായത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്നവർ, അതായത് സൂപ്പർ സ്റ്റാർ, ഞാൻ പേര് പരാമർശിക്കുന്നില്ല, അവർ അതിന്റെ തലപ്പത്ത് ആദ്യം ഉണ്ടാവുകയും പിന്നീട് കൊടുത്ത മൊഴികൾ പരസ്പര വിരുദ്ധമായിരുന്നെന്നും അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ആ നടി ആരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടില്ല. താൻ പൂർണ്ണമായും ഒരു സ്ത്രീയായ വ്യക്തിയാണെന്ന് രഞ്ജുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രഞ്ജു അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന കുറേ താരങ്ങളുണ്ട്. നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ പല താരങ്ങളുടെയും വിവാഹത്തിനും അല്ലെങ്കിൽ പ്രത്യേക ഫംഗ്ഷന് എല്ലാ കാര്യങ്ങൾക്കും മേക്കപ്പ് ചെയ്യുന്നത് രഞ്ജുമാറാണ്. നമ്മുടെ ഭാവനയുടെ വിവാഹമാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഒരു വിവാഹം. കാരണം മേക്കപ്പിലാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു വിവാഹമായിരുന്നു. ആ വിവാഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നാലെ രഞ്ജുവിന്റെ സലൂൺ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും വളരെ വലിയൊരു രീതിയിൽ ഹിറ്റായി മാറുകയും പലരും രഞ്ജുവിനെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പേരൂരാണ് രഞ്ജുവിന്റെ സ്വദേശം. ഒരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന രഞ്ജു എന്നൊരു ബംഗ്ലാവിന് ഉടമയാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ ഇതായിരുന്നു രഞ്ജുവിന്റെ കുടുംബം. അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി. പാടത്തിന്റെ വരമ്പിലായിരുന്നു രഞ്ജുവിന്റെ വീട്. അതിനാൽ ഓരോ മഴക്കാലവും പേടിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു രഞ്ജുവിന്. ആ രഞ്ജു ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്.